എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ആഫ്രിക്കയിൽ നിന്ന് 70,000 വർഷം മുമ്പ് പുറപ്പെട്ട ആധുനിക മനുഷ്യൻ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തി എന്നാണ് കണക്ക്. ഇറാൻ, പാകിസ്ഥാൻ വഴി ഇന്നത്തെ ഗുജറാത്ത്, സിന്ധ് പ്രവിശ്യകളിലെത്തിയ അവർ ആദ്യം നർമ്മദ, തപ്തി തുടങ്ങിയ നദീതടങ്ങളിലൂടെ മധ്യ ഇന്ത്യയിലെത്തി. പിന്നെ ഡക്കാൻ പീഠഭൂമിയും മറിച്ച് കടന്ന് തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങളിലേക്കും എത്തിച്ചേർന്നു. സുരക്ഷിതമായ ഗുഹകൾ, കുടിക്കാൻ ശുദ്ധജലം, വേട്ടയാടാൻ മൃഗങ്ങൾ, യഥേഷ്ടം കല്ലുകൾ എന്നിവ ലഭിച്ചപ്പോൾ ഇവിടെ തന്നെ ജീവിച്ചു മരിക്കാം എന്ന് ചിന്തിച്ച് വലിയൊരു വിഭാഗം മനുഷ്യർ ഇവിടെ തന്നെ തുടർന്നു. ഇവരാണ് ഇന്ത്യയിലെ തദ്ദേശീയരായ ആദിമ ജനവിഭാഗങ്ങൾ. ജനിതക ശാസ്ത്രത്തിൽ ഇവരെ AASI എന്ന് വിളിക്കുന്നു. തെക്കേ ഏഷ്യയിലെ പുരാതന വേട്ടയാടി പെറുക്ക് തീനി എന്നും വേണമെങ്കിൽ വിളിക്കാം. എന്ത് പേര് വിളിച്ചാലും സ്വന്തം മുത്തച്ഛനെയാണ് വിളിക്കുന്നത് എന്ന് ആ വിളിക്കുന്നവർ ഓർത്താൽ മതി. ചിലർക്ക് കൗതുകം കൂടും, ആകാംക്ഷാഭരിതരായിരിക്കും അവർ. മനുഷ്യ സഹജമായ ജിജ്ഞാസ കൊണ്ട് അടുത്ത മലനിരകൾക്കപ്പുറം എന്താണ്, അല്ലെങ്കിൽ അടുത്ത കടലിടുക്കിന് അപ്പുറം എന്താണ് എന്നറിയാൻ ആഗ്രഹിച്ച ഒരു കൂട്ടർ അവർ എപ്പോഴും സാഹസികമായി മുന്നോട്ട് തന്നെ നടന്നു. മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഒരു പ്രത്യേക പ്രദേശത്ത് തമ്പടിച്ചവരുടെ എണ്ണം കൂടിയപ്പോൾ, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയപ്പോൾ, മീനിനും കൂണിനും കക്കയ്ക്കും മുയലിനും കീരിക്കും വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ പിണക്കങ്ങളോ മത്സരങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സമാധാനം കാംക്ഷിച്ചോ തടി കഴിച്ചലാക്കാനോ വേണ്ടി ചിലർ വണ്ടി വിട്ടതാകാം. അവർ ബംഗാൾ ഉൾക്കടൽ തീരത്തിലൂടെ കിഴക്കോട്ട് നടന്നു. കക്ക, മീൻ, തവള, കൂൺ ഒക്കെ തന്നെയാണ് അവരുടെ ഫുഡ്. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരങ്ങൾ വഴി അവർ മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ എന്നിവ കടന്ന് ഒരു ഭീമൻ ഭൂപ്രദേശത്ത് എത്തിച്ചേർന്നു. അന്ന് ഇന്നത്തെ മലേഷ്യ, സുമാത്ര, ജാവ, ബോർണിയോ ദ്വീപുകളെല്ലാം ഒരൊറ്റ വലിയ ഭൂഖണ്ഡമായി പരന്നു കിടക്കുകയായിരുന്നു. സുന്ദർലാൻഡ് എന്നാണ് ആ പ്രദേശത്തിൻ്റെ സുന്ദരമായ പേര്. അക്കാലത്ത് ഭൂമിയിൽ മഞ്ഞുയുഗം ആയിരുന്നു, ഐസ് ഏജ്. സമുദ്രനിരപ്പ് ഇന്നത്തേക്കാൾ ഏകദേശം 100-120 മീറ്റർ താഴെയായിരുന്നു. അപ്പോൾ ഈ ദ്വീപുകളിലേക്ക് അവർ കരമാർഗം സുഖമായി നടന്നുപോയി. പക്ഷേ സുന്ദർലാൻഡ് കവർ ചെയ്ത് മറ്റേ അറ്റത്തെത്തിയപ്പോൾ അവർക്ക് മുന്നിൽ അതാ വലിയൊരു വെല്ലുവിളി, വലിയൊരു കടലിടുക്ക്, മഞ്ഞുയുഗത്തിന് പോലും വറ്റിക്കാൻ കഴിയാത്ത ആഴം. ഇതിനെ ശാസ്ത്രജ്ഞർ വാലാസിയ കടലിടുക്ക് എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ ആൽഫ്രഡ് വാലസ് എന്നൊരു പരിണാമ ശാസ്ത്രജ്ഞൻ കറങ്ങി നടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ആ പേര് ഇട്ടിട്ടുള്ളത്. ഇന്നത്തെ ഫിലിപ്പീൻസ് ദ്വീപുകളും സുലവേസിയും തിമോറും എല്ലാം ഈ വലാസിയ കടൽ മേഖലയിലെ ഒറ്റപ്പെട്ട ദ്വീപുകളായിരുന്നു. ആകാംക്ഷാഭരിതനായ ആദിമ മനുഷ്യൻ നല്ല തെളിഞ്ഞ ദിവസങ്ങളിൽ ഈ ദ്വീപുകൾ കാണുന്നുണ്ട്. പക്ഷേ സുന്ദർലാൻഡിൽ നിന്നും എങ്ങനെ അങ്ങോട്ട് പോകും? മനുഷ്യർ ആദ്യം ചെറിയ വള്ളങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ആ ചെറിയ വള്ളങ്ങളിൽ ഈ കടലിടുക്കുകൾ കടന്ന് ഫിലിപ്പീൻസിൻ്റെയും സുലവേസിയുടെയും ദ്വീപുകളിൽ അവരെത്തി. പക്ഷേ യാത്ര അങ്ങനെ അവസാനിക്കുന്നതല്ലല്ലോ. ഓരോ ദ്വീപിൽ ചെല്ലുമ്പോഴും മറ്റു കൊച്ചു കൊച്ചു ദ്വീപുകൾ. അവർ വീണ്ടും കടൽ മാർഗം ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് യാത്ര ചെയ്ത് ഒടുവിൽ സഹുൽ എന്ന ഒരു വലിയ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നു. സഹുൽ എന്നാൽ നമുക്കറിയാത്തതല്ല. നമുക്കറിയുന്ന പേര് ഓസ്ട്രേലിയ എന്നാണ്. അക്കാലത്ത് ഓസ്ട്രേലിയയും പപ്പുവ ന്യൂഗിനിയയും ടാസ്മേനിയയും എല്ലാം ഒരൊറ്റ ഭൂപ്രദേശമായിരുന്നു. അതിനെയാണ് സഹുൽ എന്ന് വിളിച്ചിരുന്നത്. ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ആ മനുഷ്യർ സുലവേസിയിൽ നിന്നോ തിമോർ ദ്വീപിൽ നിന്നോ ഏകദേശം 80-90 കിലോമീറ്റർ നീളമുള്ള അവസാനത്തെ വലിയ കടൽ കടന്ന് ഇന്നത്തെ വടക്കൻ ഓസ്ട്രേലിയയിലെ അർണം ലാൻഡ്, മഡ്ജഡ് ബൈബെ എന്ന സ്ഥലത്ത് കാൽകുത്തി. ഏകദേശം 65,000 വർഷം മുമ്പാണ് ആ ലാൻഡിങ് നടന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം ആ മനുഷ്യർ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ 65,000 വയസ്സാണ് അതിൻ്റെ പ്രായം. ഓസ്ട്രേലിയയിൽ കാലുകുത്തിയ നമ്മുടെ മുത്തപ്പന്മാർ കണ്ടത് മുമ്പ് കണ്ട കാഴ്ചകളല്ല. മറ്റൊരിടത്തും കാണാത്ത ഭയാനകമായ വലിപ്പമുള്ള മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും. അതിൽ നോൺ വെജുണ്ട്, ഉടുപ്പി ബ്രാഹ്മൺസ് ഉണ്ട്. നല്ല രാശിയാണെങ്കിൽ വെച്ചടി കയറ്റം എന്നാണ് നമ്മുടെ ജ്യോത്സ്യന്മാർ പറയുന്നത്. നമ്മുടെ മുത്തപ്പന്മാർ വേട്ട തുടങ്ങി. 20,000 വർഷം കൊണ്ട് വലിയ വലിയ മൃഗങ്ങളുടെ ഫയൽ ക്ലോസ് കൂട്ടമായി വംശനാശം വരുത്തി എന്നാണ് ശത്രുക്കൾ പറയുന്നത്. ആരെയൊക്കെയാണ് നമ്മുടെ മുത്തപ്പന്മാർ തിന്നു തീർത്തത്? ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സഞ്ചി മൃഗമായിരുന്ന ഡിപ്രോട്ടോഡോൺ, സിംഹത്തിൻ്റെ രൂപത്തിലുള്ള സഞ്ചി മൃഗമായിരുന്ന മാർസുപ്പിയൽ ലയൺ, പ്രോകോപ്റ്റോഡോൺ എന്ന ഭീമൻ കങ്കാരു, അങ്ങനെ ബാർബേക്യൂ ആക്കാൻ സാധ്യമായ എല്ലാറ്റിനെയും ചുട്ടു. എണ്ണത്തിൽ കുറവുള്ളത് ആദ്യം തിന്നു തീർന്നു. എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നത് മാത്രമാണ് ഇന്ന് ഓസ്ട്രേലിയയിൽ അവശേഷിക്കുന്നത്. ആധുനിക നരവംശാസ്ത്രം നമ്മുടെ മുത്തപ്പന്മാരുടെ അന്നത്തെ ചുടല നൃത്തം കണ്ട് അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്,
ഇത്രയും അപരിഷ്കൃതമായ ആയുധങ്ങൾ വെച്ച് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇതെങ്ങനെ സാധിച്ചെടുത്തിടാക്കുകയെ? പിന്നെ അവരായി ആസ്ട്രേലിയയിലെ രാജാക്കന്മാർ. അങ്ങനെ കാലം കുറെ കടന്നുപോയി. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ മുത്തപ്പന്മാരുടെ മക്കൾ, പിന്നെ അവരുടെ മക്കൾ, പിന്നെ അവരുടെ മക്കൾ, അങ്ങനെ പെറ്റുപെരുകി ലക്ഷക്കണക്കിന് മനുഷ്യരാൽ ആസ്ട്രേലിയ നിറഞ്ഞു. 1788 ജനുവരി 26 ആ ദിവസം അവർ എന്നും കാണുന്ന കടലിൽ ഒരു വലിയ കാഴ്ച കണ്ടു. വലിയ ചിറകുള്ള ഭീമാകാരന്മാരായ പുതിയ കടൽ പക്ഷികൾ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നു. ഒരുപക്ഷെ അവ കടലിലെ മറ്റേതോ ഭീകരജീവികളോ തിമിംഗലങ്ങളോ ആയിരിക്കും. ആ ജീവികൾ കരയ്ക്കെടുത്തു. പക്ഷേ അതിൽ നിന്ന് ഇറങ്ങിയത് തിമിംഗലങ്ങളോ കടൽ പക്ഷികളോ അല്ല, വെളുത്ത തൊലിയുള്ള കുറേ മൃഗങ്ങൾ. പക്ഷേ ഈ മൃഗങ്ങൾ ബാർബക്യൂ അടിക്കാൻ പറ്റിയ ടൈപ്പല്ല. ഏകദേശം തങ്ങളെപ്പോലെയുള്ള മൃഗങ്ങൾ, സെയിം പാറ്റേണിൽ 2 കാലിൽ നടന്നു വരുന്നു. 2 കൈകളുമുണ്ട്. തൊലിക്ക് മാത്രമാണ് മാറ്റം. ആസ്ട്രേലിയയിലെ ആദിമ മനുഷ്യർ ഡ്രീം ടൈം എന്ന ഒരു മതവിശ്വാസമാണ് വെച്ച് പുലർത്തിയിരുന്നത്. അതുപ്രകാരം മരണപ്പെട്ട പൂർവികരുടെ ആത്മാക്കൾ വെളുത്ത നിറത്തിലാണ് തിരിച്ചു വരിക. ഇതവരായിരിക്കും, സ്വന്തം പൂർവികരുടെ ആത്മാക്കൾ. പക്ഷേ അപ്പോഴും ഒരു കൺഫ്യൂഷൻ. ഇവർ ശരീരമാസകലം എന്തോ സാധനം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. എന്നാൽ തങ്ങളുടെ ആത്മാക്കളുടെ ശരീരം ഇങ്ങനെയല്ല, കുറേയൊക്കെ നഗ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ശരീരം മുഴുവൻ വസ്ത്രത്തിൽ പൊതിഞ്ഞ വെളുത്ത ആത്മാക്കളെ അവർ ആദ്യമായാണ് കാണുന്നത്. ആക്ച്വലി എന്തായിരുന്നു അത്? ബ്രിട്ടീഷ് നാവികനായിരുന്ന ആർതർ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് തടവുകാരെയും വഹിച്ചുകൊണ്ട് സിഡ്നിയിലേക്ക് വന്ന ആദ്യത്തെ കപ്പൽ പടയായിരുന്നു അത്. മൊത്തം 11 കപ്പലുകൾ. ഇതിൽ 6 തടവുകാരായിരുന്നു. ലണ്ടനിൽ നിസാര കുറ്റങ്ങൾ ചെയ്തവരെ എവിടേക്കെങ്കിലും കൊണ്ടുപോയി പണിയെടുപ്പിക്കുക, ഇംഗ്ലണ്ടിൽ തടവിലിട്ടാൽ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക. ഫുഡിന് വളരെ മുട്ടുള്ള കാലമാണ്. ഏറ്റവും എളുപ്പം നാടുകടത്തലാണ്. ഏതെങ്കിലും കരയിൽ കൊണ്ടുപോയി കപ്പലെടുപ്പിക്കുക, അവിടെ പിടിച്ചടക്കുക, ഈ തടവുകാരെ കൊണ്ട് പണിയെടുപ്പിച്ച് വേണം കപ്പലിലെ തബ്രാക്കന്മാർക്ക് ജീവിക്കാൻ. പിന്നെയുള്ളത് 5 കപ്പലുകളാണ്. ഇതിൽ 3 ചരക്ക് കപ്പലുകളാണ്. പുതിയ സ്ഥലത്ത് പുതിയ കോളനി കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ആഹാരം, കാർഷിക ഉപകരണങ്ങൾ, വിത്തുകൾ, അതൊക്കെയാണ് അവയിൽ. ബാക്കിയുള്ള 2 കപ്പലുകളും യുദ്ധക്കപ്പലുകളാണ്. സുരക്ഷയ്ക്കും വഴികാട്ടാനും വേണ്ടി അവ അകമ്പടി സേവിച്ചു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അബോർജിൻസിന് മനസ്സിലാവാൻ ദിവസങ്ങൾ കുറേ എടുത്തു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒക്കെ ആത്മാക്കളുടെ പണിയാണെന്നാണ് ആദ്യം അവർ കരുതിയത്. ഭയത്തോടെയും അത്ഭുതത്തോടെയും എല്ലാം അവർ നോക്കി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതുവരെയും കാണാത്ത 4 കാലുള്ള ചില ജീവികൾ കൂടി കരയിലേക്ക് കയറി വന്നു. ഓസ്ട്രേലിയയിൽ അതുവരെ കുതിരകളോ പശുക്കളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ കപ്പലിൽ നിന്ന് ഇറക്കിയ ഈ മൃഗങ്ങളെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. ഈ വെള്ളപ്പിശാചുക്കളുടെ കയ്യിൽ ഒരു നീണ്ട വടിയുണ്ട്. എന്ത് അത്ഭുതമാണ്! ആ വടിക്ക് തീ തുപ്പാൻ കഴിയുന്നുണ്ട്. തീ തുപ്പുന്നതിനൊപ്പം ആകാശത്തിൽ നിന്ന് പക്ഷികളെ വീഴ്ത്താനും കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാനും ആ വടിക്ക് കഴിയുന്നുണ്ട്. അബോർജിൻസ് ഈ വെള്ളപ്പിശാചുക്കളോട് യുദ്ധം ചെയ്യാനോ ആക്രോശിക്കാനോ പോയില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളിലും അവർ നിശബ്ദരായി അത്ഭുതത്തോടെ നോക്കി നിൽക്കുക മാത്രം ചെയ്തു. ചില ഗോത്രങ്ങൾ തീരത്ത് നിന്നുകൊണ്ട് വാരാ വാരാ എന്ന് പറഞ്ഞു. അത് പോകൂ, ഇവിടെ നിന്ന് പോകൂ. ആര് കേൾക്കാൻ, ആർക്കും മനസ്സിലാവാൻ. അങ്ങനെ 15 മാസം കഴിഞ്ഞു. ഇതിനകം തന്നെ ഈ വന്നവരൊന്നും വെള്ളപ്പിശാചുകളല്ലെന്നും വേറൊരു നാട്ടിലുള്ള ദൈവാനുഗ്രഹമുള്ള മനുഷ്യരാണെന്നും അബോർജിൻസിന് മനസ്സിലായി. അവരോട് കൂടുതൽ അടുപ്പം കാണിച്ച വെളുത്ത മനുഷ്യരുടെ വസ്ത്രം നീക്കി നെഞ്ചിലും കൈകളിലും അവർ വെറുതെ തൊട്ടു നോക്കി. ശരിയാണ്, ശരിക്കും ഉള്ളതാണ്. ഇവർ പിശാചുകളല്ല. 1789 ഏപ്രിൽ ആയപ്പോൾ അബോർജിൻ ഗോത്രത്തിലെ ഒരാൾക്ക് നല്ല പനി പനിച്ചു. അന്ന് തന്നെ മുഖത്ത് ചില കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് ശരീരമാസകലം നിറഞ്ഞു. ഗോത്രത്തിലെ മൂപ്പനും വൈദ്യനും എല്ലാവരും ആ രോഗിയെ കാണാൻ വന്നു. അസാധാരണമായ ഒരു രോഗം. ഏകദേശം 10-15 ദിവസത്തിനുള്ളിൽ ആ രോഗി മരിച്ചു. പക്ഷേ അപ്പോഴേക്ക് ആ ഗോത്രത്തിനുള്ളിലുള്ള പലർക്കും ആ രോഗം പ്രത്യക്ഷപ്പെട്ടു. 15 ദിവസത്തെ ഇടവേളയിൽ രോഗികളുടെ മരണങ്ങളും മറ്റുള്ളവരിലേക്കുള്ള പടരലും. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആ രോഗം ഗോത്രങ്ങളിൽ നിന്ന് മറ്റു ഗോത്രങ്ങളിലേക്ക് പകർന്ന് ആ നാടിനെ ഒരു ശവപ്പറമ്പാക്കി മാറ്റി. സിഡ്നി തുറമുഖത്തിന് ചുറ്റുമുള്ള പാറയിടുക്കുകളിലും ഗുഹകളിലും മൃതദേഹങ്ങൾ ചിതറിക്കടന്നു. അവസാന ഘട്ടമായപ്പോൾ രോഗം ബാധിച്ചവർക്ക് വെള്ളം നൽകാൻ പോലും ആരും ഇല്ല എന്നൊരു അവസ്ഥ വന്നു. കാരണം രോഗിയെ നോക്കാൻ പോകുന്നവർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രോഗം പിടിപെടുന്ന കാര്യം അവർ ഇതിനകം തന്നെ മനസ്സിലാക്കിയിരുന്നു. ഒടുവിൽ ജീവനുള്ളവർ മരിച്ചവരെ ഉപേക്ഷിച്ച് ഉൾനാടുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർക്കൊപ്പം പോയ ആ വൈറസുകൾ ഉൾനാടുകളിലെ മറ്റു ഗോത്രങ്ങളെയും കൂടി വേട്ടയാടി. മൊത്തം ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ അബോറിജിനൽ ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. ഓസ്ട്രേലിയൻ സാമ്പത്തിക ചരിത്രകാരനായ നോയൽ ബട്ട്ലിൻ്റെ നിരീക്ഷണ പ്രകാരം തദ്ദേശവാസികളിൽ 100-ൽ 80 പേരും ഈ രോഗം മൂലം കൊല്ലപ്പെട്ടു. എന്തായിരുന്നു ആ രോഗം? ഭഗവതിയുടെ വിത്ത് എന്ന് നമ്മുടെ നാട്ടിൽ പറയും. ചിലർ അമ്മയുടെ വിത്ത് എന്നും പറയും.
വസൂരി എന്നായിരുന്നു ആ ഭീകരരോഗത്തിൻ്റെ പേര് എങ്കിലും ആ പേര് പറയാൻ പാടില്ല, ദേവി കോപിക്കും. അപ്പോൾ കൂടുതൽ പേർക്ക് രോഗം വരും. അതുകൊണ്ട് വസൂരി കുരുക്കളെ വിത്ത് എന്നും രോഗം വരുന്നതിനെ വിത്ത് ഇറങ്ങുക എന്നുമാണ് പറയേണ്ടത്. ഈ രോഗം ഒരു പ്രദേശത്തെ ബാധിക്കുക ആ ദേശത്തെ ഭഗവതി കോപിക്കുമ്പോഴാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെയോ ഭദ്രകാളിയുടെയോ ഒക്കെ കോപം കൊണ്ടുവരുന്ന ഒരു അസുഖത്തെ വസൂരി എന്ന കുരു എന്നൊന്നും പറയാൻ പാടില്ല. ഒരു കുടുംബത്തിൽ രോഗം ബാധിച്ചാൽ ആ വീട്ടിൽ അമ്മ വന്നു എന്ന് പറയണം. രോഗത്തെ അമ്മയുടെ വിളയാട്ടം എന്നും പറയണം. കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ചുരുങ്ങിയത് 2 വസൂരി ഭഗവതികളെങ്കിലും ഉണ്ടായിരുന്നു. കേരളത്തിലെ വസൂരി ബാധിച്ച ആളുകളിൽ പലരും അമ്മയെ മഹാമായെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ ചത്തു. എന്നാൽ ആസ്ട്രേലിയയിലെ പാവങ്ങൾക്ക് ഒരു ദേവിയെ സൃഷ്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. രോഗമാണോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ 80% അബോർജിൻസും മരിച്ചു. ഈ വസൂരി, അവിടെ പിടിപെട്ട വസൂരി ബ്രിട്ടീഷുകാർ ബോധപൂർവമായി നടത്തിയ ജൈവായുധ പ്രയോഗമായിരുന്നു. ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ബ്രിട്ടീഷ് പട്ടാളം ആസ്ട്രേലിയൻ ആദിവാസികളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു എന്നാണ്. അവരുടെ ഭൂമി എളുപ്പത്തിൽ കൈക്കലാക്കാൻ വേണ്ടി വസൂരി വൈറസ് അടങ്ങിയ വസ്ത്രങ്ങളോ വസ്തുക്കളോ ബോധപൂർവം അവർക്ക് നൽകി. ആ പാവങ്ങൾ സമാനങ്ങളാണ് എന്ന് കരുതി അത് സ്വീകരിച്ചു. ഈ ആരോപണം ശരിയാകാൻ വഴിയുണ്ടോ? കാരണം കൃത്യമായ തെളിവില്ല. പക്ഷെ സാധ്യത പരിശോധിച്ചാൽ ഉണ്ട്. കാരണം ഇതേ പണി അന്നേക്ക് 25 കൊല്ലം മുമ്പ്, അതായത് 1763 ബ്രിട്ടീഷുകാർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പ്രയോഗിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ 1763 ഇന്നത്തെ പെൻസിൽവാനിയയിൽ ഒരു കോട്ട ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസ് ആ കോട്ട വളഞ്ഞു. അന്ന് കോട്ടയ്ക്കുള്ളിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം ട്രാൻഡ് സമാധാന ചർച്ചകൾക്കായി 2 റെഡ് ഇന്ത്യൻസിനെ പ്രതിനിധികളെ കോട്ടയ്ക്കുള്ളിലേക്ക് വിളിക്കുകയുണ്ടായി. അവർ മടങ്ങുമ്പോൾ 2 പുതപ്പുകളും ഒരു തൂവാലയും സമ്മാനമായി നൽകി. അത് രണ്ടും ഫ്രഷ് അല്ലായിരുന്നു. വസൂരി ബാധിതരായ രോഗികൾ ഉപയോഗിച്ചതായിരുന്നു ആ തൂവാലയും പുതപ്പും. അതോടെ അവരുടെ കഥ കഴിഞ്ഞു. തദ്ദേശീയർക്കിടയിൽ വസൂരി പടർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തത് എന്ന് ആ ദുഷ്ടൻ തന്നെ സ്വന്തം ഡയറിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇവിടെയും വസൂരി അറിയാതെ പടർന്നതല്ല, പടർത്തിയതാണ് എന്ന് കരുതാൻ ന്യായമുണ്ട്. എന്നാൽ വസൂരി ബാധിച്ചവരുടെ പുതപ്പുകളോ തൂവാലയോ ആർക്കും കൊടുത്തതായി രേഖകൾ ഒന്നുമില്ല. പക്ഷേ വസൂരിയുടെ കരികൾ ബ്രിട്ടീഷുകാർ വന്ന കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതിന് രേഖയുണ്ട്. എന്താണ് വസൂരിയുടെ കരികൾ? അത് ഉടുപ്പല്ല. വസൂരി ബാധിച്ച ഒരാളുടെ ഉണങ്ങിയ കുരുക്കളിലെ കരികൾ, സ്കാബ്സ് പൊടിച്ച്, ആ കരികൾ പൊടിച്ച് അത് ആരോഗ്യമുള്ള ഒരാളുടെ മൂക്കിലൂടെ വലിപ്പിക്കും. അല്ലെങ്കിൽ ചർമ്മത്തിൽ ചെറിയ പോറലുണ്ടാക്കി അതിലേക്ക് തിരുമ്മി കയറ്റുകയും ചെയ്യുമായിരുന്നു. എന്തിനാണത് ചെയ്യുന്നത്? നാട്ടിൽ വസൂരി പടർന്നു എന്ന് കേട്ടാൽ ഉടൻ രോഗമില്ലാത്ത മനുഷ്യരിലാണ് ഇത് പ്രയോഗിക്കുക. കരികളിൽ വസൂരി രോഗാണു അടങ്ങിയിട്ടുണ്ടല്ലോ, അത് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ നേരിട്ട് കയറ്റുമ്പോൾ വസൂരിയുടെ ഒരു കുറഞ്ഞ ഡോസ് അല്ലെങ്കിൽ കുറഞ്ഞ പതിപ്പാണല്ലോ അയാളിലേക്ക് കയറുക. അപ്പോൾ അതിനെതിരെ ഒരു പ്രതിരോധം അയാളുടെ ബോഡി ഉണ്ടാക്കും. പിന്നെ ശരിക്കുള്ള വസൂരി പടരുന്ന സമയം അയാളെ രോഗം ബാധിക്കില്ല. അതായിരുന്നു ഐഡിയ. ഇതിനെ വാരിയോലേഷൻ എന്നാണ് പറയുക. കാരണം വസൂരി പടർത്തുന്ന വൈറസിൻ്റെ പേര് വാരിയോള മേജർ എന്നാണ്. അതിനെതിരെയുള്ള പണിയാണ് വാരിയോലേഷൻ. എന്നാൽ ഇത് വെറും വിശ്വാസമായിരുന്നു. വാരിയോലേഷൻ നടത്തുന്നത് ഒറിജിനൽ വസൂരി വൈറസ് കൊണ്ടായതിനാൽ പലപ്പോഴും ഈ പണി വസൂരി പടർത്തുകയാണ് ചെയ്തത്. എന്തിനാണ് ഈ വസൂരിയുടെ കരി ബ്രിട്ടീഷുകാർ കപ്പലിൽ സൂക്ഷിച്ചത്? അവരും ഈ വിശ്വാസത്തിൻ്റെ അടിമയായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് കപ്പലുമായി ആസ്ട്രേലിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രക്കിടയിൽ ആർക്കെങ്കിലും വസൂരി ബാധിച്ചാലോ? അപ്പോൾ മറ്റുള്ളവർക്ക് പ്രതിരോധം ഉണ്ടാക്കാനാണ് ഈ കരികൾ സൂക്ഷിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ആസ്ട്രേലിയയിൽ എത്തിയപ്പോൾ അവിടുത്തെ ആദിമ നിവാസികളുടെ വലിയ ജനസംഖ്യ കണ്ട് ഞെട്ടിപ്പോയിരിക്കാം. അധികം റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് കരുതി വസൂരി വൈറസിൻ്റെ ഈ കരി കുറച്ചവിടെ പ്രയോഗിച്ച് കാണണം. പക്ഷേ എങ്ങനെ? ഈ കരികളിലെ വൈറസ് തദ്ദേശവാസികളിലേക്ക് വെറുതെ കയറിക്കൂടില്ല. കപ്പലിൽ കുപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട ഈ കരി പുറത്ത് വിതറി വായുവിലൂടെ പരത്തണം. അത് വെറുതെ ഓപ്പണായ സ്ഥലത്ത് പരത്തിയിട്ട് കാര്യമില്ല, ആക്ഷൻ കിട്ടില്ല. ആദിവാസികൾ ഇരിക്കുന്ന ഗുഹയിൽ കൊണ്ടുപോയി ബോധപൂർവം വിതറണം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് സമ്മാനമായി നൽകുന്ന തുണിത്തരങ്ങളുടെ മടക്കുകൾക്കുള്ളിലോ ഈ പൊടി ബോധപൂർവം വിതറിയിടണം. അവർ ആ തുണികൾ നിവർത്തുമ്പോഴോ കുടയുമ്പോഴോ വായുവിൽ ഉയരുന്ന ആ പൊടി പടലങ്ങൾ അവർ ശ്വസിക്കാനിടയാകും, അവരെ രോഗം ബാധിക്കും. ഇങ്ങനെ ആയിരിക്കാം ബ്രിട്ടീഷുകാർ ഓസ്ട്രേലിയയിലെ ആദിമ മനുഷ്യൻ്റെ കഥ കഴിച്ചത്.
എങ്ങനെയാണോ ആദിമ മനുഷ്യൻ ആസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ആ ഭൂഖണ്ഡം ഭരിച്ചിരുന്ന ഭീമാകാര രൂപമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും അവർ വംശനാശം വരുത്തിയത്, അതിൻ്റെ ഒരു ആവർത്തനമാണ് ബ്രിട്ടീഷുകാർ അബോർജിനസിനോട് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ലോകം മുഴുവനുള്ള മനുഷ്യരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരുന്ന വസൂരി എന്ന രോഗത്തെ പോലും ആധിപത്യത്തിനുള്ള ആയുധമാക്കി മാറ്റുന്ന മനുഷ്യർ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ മനുഷ്യരാശിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് കരുതി നിരാശരായി നാം ചരിത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൂരിരുട്ടിലുണ്ടെന്നും അനന്തമായ സമുദ്രത്തിൻ്റെ ഇടയ്ക്ക് ചില ദ്വീപുകളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കും. എത്ര സന്തോഷമാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ. അങ്ങനെ ആ ദിവസങ്ങളിൽ, അന്നാളുകളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ഒരു നക്ഷത്രമായിരുന്നു എഡ്വേർഡ് ജെന്നർ. വസൂരിയെ ദേവിയുടെ കോപം എന്ന് കരുതുന്ന കോടിക്കണക്കിന് കഴുതകളുടെ ഇടയിൽ ഉദിച്ചുയർന്ന ഒരു ഉത്തര നക്ഷത്രം. വസൂരി എന്ന രോഗത്തിന് എങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ രോഗം എങ്ങനെ വരാതെ നോക്കാം എന്നൊക്കെയാണ് പുള്ളി ആലോചിച്ചിരുന്നത്. വസൂരി രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വാരിയോള മേജർ എന്ന വൈറസായിരുന്നു. 100 പേരെ ഈ രോഗം ബാധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 30 പേരുടെ ഫ്ലക്സ് വെക്കേണ്ടി വരുമായിരുന്നു. ചാവാതെ രക്ഷപ്പെട്ട കുറേ പേരുടെ കണ്ണും അടിച്ചു പോകുമായിരുന്നു. 1788 അതായത് ബ്രിട്ടീഷ് നാവികനായിരുന്ന ആർതർ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ആസ്ട്രേലിയൻ തീരത്ത് ആ കപ്പൽപ്പട എത്തുന്ന സമയത്തൊക്കെ ജെന്നർ ഈ വസൂരിക്കുള്ള മരുന്നിനായി കഷ്ടപ്പെടുകയായിരുന്നു. പുള്ളി ഒരു കാര്യം മനസ്സിലാക്കി. ബ്രിട്ടനിലെ പശുക്കളെ കറക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ കൈകളിൽ ചെറിയ കുരുക്കൾ ഉണ്ടാക്കുന്ന ഒരു സാധാ രോഗം വരുന്നുണ്ട്. കന്നുകാലികളിൽ നിന്ന് ബാധിക്കുന്നതിനാൽ ഇതിനെ കൗപോക്സ് എന്ന് പറയാറുണ്ടായിരുന്നു, ഗോവസൂരി എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ജെന്നറെ അത്ഭുതപ്പെടുത്തിയ കാര്യം മറ്റൊന്നാണ്. ഈ ഗോവസൂരി ഒരിക്കലെങ്കിലും പിടിപെട്ട സ്ത്രീകൾക്കൊന്നും പിന്നീട് വസൂരി വരുന്നില്ല, യഥാർത്ഥ വസൂരി വരുന്നില്ല. ഒരു പക്ഷേ ഈ ഗോവസൂരി ആയിരിക്കും ഒറിജിനൽ വസൂരിക്കുള്ള പ്രതിരോധം, അദ്ദേഹം ഊഹിച്ചു. ശാസ്ത്രത്തിൽ ഊഹങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ആ ഊഹം ശരിയാണോ എന്ന് പരീക്ഷിക്കണം. 1796 മെയ് മാസത്തിൽ എഡ്വേർഡ് ജെന്നർ ഗോവസൂരി ബാധിച്ച സാറ നെൽബ്സ് എന്ന ഒരു പാൽക്കാരിയെ തപ്പിപ്പോയി. ഗോവസൂരി ബാധിച്ചവർക്ക് കയ്യിലാണ് കുരുക്കൾ ഉണ്ടാകുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം കറവ കൈ കൊണ്ടാണല്ലോ നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണ് ആ രോഗം വരുന്നത്. പുള്ളി അവളുടെ കൈവിരലുകളിൽ മുളച്ചു നിന്ന കുരുക്കൾ കണ്ടു. പിന്നെ ആ കുരുക്കളിൽ നിന്നുള്ള പഴുപ്പ് ഒരു സൂചി ഉപയോഗിച്ച് കുത്തിയെടുത്തു. ഇനി ഇത് കുത്തിവെക്കാൻ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കുട്ടിയെ കെട്ടണം. ജെന്നറുടെ തോട്ടക്കാരൻ്റെ മകനായ ജെയിംസ് ഫിബ്സ് എന്ന 8 വയസ്സുകാരൻ കുട്ടിയെ പരീക്ഷണ മൃഗമായി കിട്ടി. ആ കുട്ടിയുടെ കയ്യിൽ ചെറിയൊരു പോറലുണ്ടാക്കി ഈ സ്രവം അതിലേക്ക് കടത്തിവിട്ടു. പ്രതീക്ഷിച്ച പോലെ കുട്ടിക്ക് ചെറിയ പനി വന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടി പരിപൂർണ്ണ സുഖം പ്രാപിച്ചു. എന്നാൽ യഥാർത്ഥ കൊലച്ചതി ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പശുവിന് വരാറുള്ള ഗോവസൂരിയാണല്ലോ കുട്ടിക്ക് കുത്തിവെച്ചത്. ജെന്നറുടെ ഊഹപ്രകാരം ഇപ്പോൾ അവന് പ്രതിരോധ ശക്തി വന്നു കഴിഞ്ഞു. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ യഥാർത്ഥ വസൂരി വൈറസ് അവൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റണം. അപ്പോൾ അവന് വസൂരി വരുന്നുണ്ടോ എന്ന് നോക്കണം. ജെന്നർ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് മാരകമായ വസൂരി വൈറസിൻ്റെ സ്രവം കുത്തിവെച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ കുട്ടിക്ക് വസൂരി രോഗം ബാധിച്ചതേയില്ല. മുമ്പ് കുത്തിക്കയറ്റിയ ഗോവസൂരി വൈറസ് കുട്ടിയുടെ ശരീരത്തിൽ ശരിക്ക് പ്രവർത്തിച്ചു. അത് വസൂരിക്കെതിരെയുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ജെന്നിഫറുടെ ഊഹം ശരിയായി. ശാസ്ത്രം ജയിച്ചു, രോഗം തോറ്റു. ലാറ്റിൻ ഭാഷയിൽ പശുവിന് വാക്ക എന്നും കൗപോക്സിന് വാക്സീനിയ എന്നുമാണ് പറയുന്നത്. പശുവിൽ നിന്നുള്ള വൈറസിനെ ഉപയോഗിച്ച് രോഗപ്രതിരോധം ഉണ്ടാക്കി. അതിനാൽ എഡ്വേർഡ് ജെന്നർ ഈ പ്രക്രിയയ്ക്ക് വാക്സിനേഷൻ എന്ന് പേരിട്ടു. എല്ലാറ്റിനെയും സുഖപ്പെടുത്താനുള്ള അത്ഭുത ശക്തി ഗോമാതാവിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഹിന്ദുത്വ മന്ദന്മാർ പറയുന്നതിൻ്റെ പിന്നിൽ ഇഷ്ടംപോലെ സത്യങ്ങളുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ഇന്ന് എന്നെപ്പോലെ 50 കഴിഞ്ഞ ആളുകളുടെ ഇടത് കൈയുടെ മുകളറ്റത്ത് ഒറ്റ നാണയത്തിൻ്റെ വട്ടത്തിൽ ഇന്നും മാഞ്ഞു പോകാത്ത ഒരു അടയാളമുണ്ട്. ആ അടയാളം വെറും ഒരു വടുവല്ല, അതൊരു ചരിത്രമുദ്രയാണ്. വസൂരിക്കെതിരെ കുഞ്ഞുനാളിൽ എനിക്ക് നൽകിയ കുത്തിവെപ്പാണത്. മനുഷ്യരാശിയെ 10,000 വർഷങ്ങൾ വേട്ടയാടുകയും നിങ്ങൾ നേരത്തെ വായിച്ചതുപോലെ ഓസ്ട്രേലിയൻ അബോറിജിനുകൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കുകയും ചെയ്ത ഒരു ഭീകര വൈറസിനെ ശാസ്ത്രത്തിൻ്റെ കരുത്തിൽ മനുഷ്യൻ തോൽപ്പിച്ചതിൻ്റെ ചരിത്രപരമായൊരു വിജയമുദ്ര കൂടിയാണ് ഇതേ കിടക്കുന്ന അടയാളം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.